അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വ ഇലാഹുകും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. സദഖല്ലാഹുൽ അദീം. സൂറത്തുൽ ബഖറ 163, 162 വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ആ 162 ആയത്തോടുകൂടി ഒരു ഭാഗം അവസാനിച്ചു. ഇനി പുതിയത് ആരംഭിക്കുകയാണ്. പുതിയത് ആരംഭിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഒരു പുതിയ സമൂഹമാണ്. ഖിബല മാറ്റത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സമൂഹത്തിൻ്റെ നേതൃത്വവും പദവിയുമൊക്കെ എടുത്തു മാറ്റി വേറൊരു സമൂഹത്തെ ഏൽപ്പിച്ച്, അങ്ങനെ ഒരു പ്രധാന ഘട്ടമാണ്. അപ്പോൾ അവിടെ അതിപ്രധാനമായ ചില കാര്യങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം തന്നെ ആണ് പറയുന്നത്. അതിങ്ങനെയാണ്: വ ഇലാഹുക്കും, നിങ്ങളുടെ ഇലാഹ്, ഇലാഹുൻ വാഹിദ്, ഏകനായ ഇലാഹാണ്. ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല, ഇല്ലാഹു, അവനൊഴികെ, അവനല്ലാതെ. അർ റഹ്മാൻ അർ റഹീം, അവൻ പരമകാരുണ്യവാനാണ്, അവൻ കരുണാനിധിയാണ്. ഇതാണ് ആ ആയത്ത്. ചെറിയൊരായത്താണ്, കാണാതെ പഠിക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരായത്താണ്. പക്ഷെ ഇതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. ലോകത്ത് വന്നിട്ടുള്ള എല്ലാ അംബിയാ മുർസലിങ്ങളും പറഞ്ഞ കാര്യം ഇതാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹും ഇല്ല. ഇത് പറയാനാണ് എല്ലാവരും വന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരാൾ പോരെ? എന്തിനാ ഇത്രയധികം ആൾ വന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം ഓരോ കാലത്തെയും ഓരോ സമൂഹത്തെയും അതിൻ്റെ അടിത്തറയിൽ വളർത്തിക്കൊണ്ടുവരേണ്ടതായി ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് നമ്മൾ ഈ വെള്ളത്തണ്ട് എന്നൊരു സാധനം ഇല്ലേനോ? സ്ലൈറ്റ് വായിക്കണ സാധനം. ഇപ്പം അതുണ്ടോ? ഉണ്ടോ? കാണലുണ്ടോ? ഇപ്പം സ്ലേറ്റ് തന്നെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പം ഈ വെള്ളത്തണ്ടിൻ്റെ ഒരു സംഗതി നമ്മൾ അതിങ്ങനെ പറിച്ചു കൊണ്ടുവന്നിട്ട് അത് മഷിക്കുപ്പിയിൽ ഇട്ട് വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം എന്താ സംഭവിക്കുക? കുറച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തണ്ട് എന്താവും? മഷിത്തണ്ടായി മാറും, അല്ലേ? ചുവന്ന മഷിയിലാണെങ്കിൽ ചുവപ്പ് നിറാവും, നീല മഷിയാണെങ്കിൽ നീല നിറാവും. വെള്ളത്തണ്ട് കാണാത്തവരുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. കേട്ടിട്ട് ആദ്യമായിട്ട് കേൾക്കണ പോലെ നോക്കിക്കണവരൊക്കെ. ഈ നല്ലോളം ഭാഗത്തുള്ളവരൊന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ടൗണിൽ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലേ? ഇവിടെയൊക്കെ ആണ് ഇതുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന
ഈ ഒരു ആദർശവാക്യം ഇപ്പറഞ്ഞ മഷി പോലെയാണ്. അതിൽ ഇട്ട് വെക്കുന്ന വെള്ളത്തണ്ട് പോലെയാണ് മനുഷ്യൻ. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങോട്ട് മുക്കി വെച്ചാൽ പിന്നെ അത് മൊത്തം എന്താവും, മൊത്തം അതിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഓരോ നബിമാരും വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പോവല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് ബാക്കി ജീവിതത്തെ മാറ്റിമറിച്ച് കെട്ടിപ്പടുത്ത് ഉണ്ടാക്കുക എന്നതാണ്. അങ്ങനെ ഉണ്ടായി വരുമ്പോഴാണ് സിബ്ഗത്തുല്ലാഹ്, വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, അല്ലേ? നമ്മൾ പഠിച്ചല്ലോ അതൊക്കെ. പിന്നെ നമ്മുടെ നിറം മാറിപ്പോവാണെന്നാണ് പറയുന്നത്. നമ്മുടെ വർണ്ണം, നമ്മുടെ നിറം ഇതൊക്കെ മാറും എന്നാണ്. അപ്പം അത് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാനുള്ള ഒരു സംഗതിയായിട്ട്. അതുകൊണ്ടാണ് മഹാനായ ശുഐബ് അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന അളവ് തൂക്കങ്ങളിലെ കൃത്രിമത്വങ്ങളെ സംബന്ധിച്ചൊക്കെ സംസാരിച്ചു എന്ന് പറയുന്നു. സ്വാലിഹ് അലൈഹിസ്സലാം ആദ് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആർഭാടങ്ങളും പൊങ്ങച്ച പ്രകടനങ്ങൾക്കെതിരെ സംസാരിച്ചത്. മൂസ അലൈഹിസ്സലാം ഫിർഔനിൻ്റെ ആധിപത്യത്തിനെതിരെ സംസാരിച്ചത്. ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിനും ആസറിനുമെതിരെ സംസാരിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനും അബൂലഹബിനും എതിരെ സംസാരിച്ചത്. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിത്തറയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇനി വരുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് പറയാണ്, നിങ്ങളൊരു പുതിയ നാഗരികത ഉണ്ടാക്കണം, ഒരു പുതിയൊരു സമൂഹമായി നിങ്ങൾ മാറണം. അതിനുള്ള ചില മുന്നൊരുക്കങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഫദ്കുറൂനി, അല്ലേ? നിങ്ങൾ എന്നെ ഓർമ്മിക്കണം, നിങ്ങൾ എന്നെ അനുസ്മരിക്കണം, എന്നോട് നന്ദി കാണിക്കണം. അങ്ങനെ ചിന്തയായ ചിന്തകളൊക്കെ റബ്ബിലേക്ക്, ഇലാഹിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ ആ ഇലാഹിലേക്ക് നമ്മുടെ ചിന്തകളെ മുഴുവനും തിരിച്ചു വെച്ച് നമ്മളൊരു പുതിയ സമൂഹമായി മാറണം. അങ്ങനെ പുതിയ സമൂഹമായി മാറുമ്പോൾ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ്, ഏകനായ ഇലാഹാണ് നിങ്ങളുടെ ഇലാഹ്. അപ്പോൾ ധാരാളം ഇലാഹുകളുണ്ട്, ദുനിയാവിൽ ഒരുപാട് ഇലാഹുകളുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ? ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് അള്ളാണ് ഇലാഹ്, അല്ലേ? ബാക്കിയുള്ളവരുടെ കാര്യം നമുക്കറിയില്ല. ഇലാഹുകൾ ഒരുപാടുണ്ട്, ആലിഹത്ത്, ഒരുപാട് ഇലാഹുകളുണ്ട്. അപ്പം ഇലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ കീഴ്പ്പെടുന്ന, എന്താണോ നമ്മൾ പ്രധാനമായി കാണുന്ന, നമ്മുടെ ജീവിതത്തെ എന്താണോ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ ആരാണോ ഡിസൈൻ ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഇലാഹ്. നമ്മൾ ആരെയാണോ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നത്, അതാണ് നമ്മുടെ ഇലാഹ്. അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, ഖുർആൻ പറയാണ്, ദേഹേച്ഛയെ ഇലാഹാക്കുന്നവനെ നീ കണ്ടില്ലേ? ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ എന്താ? ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടം. മനുഷ്യന്റെ ഇഷ്ടത്തിന് എങ്ങനെ ആരാധിക്കുക? നമ്മളെ ഇഷ്ടത്തിന് നമ്മളെങ്ങനെ ആരാധിക്കുക? ഒരുത്തൻ്റെ ഇഷ്ടമാണ് കള്ളുടിക്കൽ. ആ ഇഷ്ടത്തിനെ ആരാധിക്കാൻ കഴിയുമോ? അള്ളാഹ് ചോദിക്കുകയാണല്ലോ, നിങ്ങൾ ദേഹേച്ഛയെ, ഹവയെ ഇലാഹാക്കുന്നവനെ കണ്ടില്ലേ? എങ്ങനെയാണ് ഒരാൾ സ്വന്തം ഇഷ്ടത്തെ എങ്ങനെയാണ് ഇലാഹാക്കുക? അപ്പോൾ അതെന്താണ്? ആ പറഞ്ഞതിൻ്റെ മാന എന്താണ്? നിങ്ങൾ പറയും. നമ്മളിപ്പോൾ അള്ളാണ് നമ്മളെ ഇലാഹ് എന്ന് പറയുന്നു. അള്ളാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാനാണ് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടും. പക്ഷേ ദേഹേച്ഛയെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്? ഈ ദേഹേച്ഛനെ, ദേഹേച്ഛക്ക് കീഴ്പ്പെടുക, അത് പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. ദേഹേച്ഛക്ക് കീഴ്പ്പെടുക. ഒരാൾക്ക് എന്താണോ തോന്നുന്നത് അതങ്ങോട്ട് ചെയ്യുക.
തോന്നിവാസിയാവുക. അതാണ്. അപ്പം സാമ്പത്തികമായിട്ട് എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ എന്താ ചെയ്യുക? നിങ്ങൾക്ക് വേണമെങ്കിൽ അള്ളാഹുവിനും കീഴ്പ്പെടാം, നിങ്ങളെ ദേഹേച്ഛക്കും കീഴ്പ്പെടാം. അള്ളാഹ്ക്ക് കീഴ്പ്പെടുമ്പോൾ ആ പൈസ അള്ളാഹ് പറഞ്ഞ പോലെ ചിലവാക്കുക, ദേഹേച്ഛക്ക് കീഴ്പ്പെടുമ്പോൾ ഓരോരുത്തർക്കും തോന്നിയ പോലെയാണ് ചിലവാക്കുക. അള്ളാഹ്ക്കാണ് കീഴ്പ്പെടുന്നതെങ്കിൽ അള്ളാഹ് പറഞ്ഞ പോലെയാണ് അത് ഇരട്ടിയാക്കുക, സമ്പാദിക്കുക. ദേഹേച്ഛക്ക് കീഴ്പ്പെടുകയാണെങ്കിൽ സ്വന്തം പറയണ മാതിരിയാണ് അത് ഇരട്ടിയാക്കുക. അപ്പൊ കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ അനുസരിക്കുക എന്നാണ്. ദേഹേച്ഛക്ക് കീഴ്പ്പെടുക പറഞ്ഞാൽ എന്താണ്? ദേഹേച്ഛനെ അനുസരിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ എന്ന് പറഞ്ഞാൽ ദേഹേച്ഛയെ അനുസരിക്കുന്നവനെ നീ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്തായി? ഇലാഹ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടാതെ അനുസരിക്കപ്പെടുന്നത് എന്താണോ അതാണ് നമ്മുടെ ഇലാഹ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ ആരെയാണോ അനുസരിക്കുന്നത് അത് നമ്മുടെ ഇലാഹാണ്. അനുസരണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രീതിയിലുണ്ട്. അത് സഹായം പോലെയാണ്. നമ്മൾ അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ, അല്ലേ? അള്ളാഹിനോട് മാത്രമല്ലേ സഹായം തേടാൻ പാടുള്ളൂ? ആണ്. പക്ഷേ നമ്മൾ അള്ളാഹിനോട് മാത്രമാണോ സഹായം തേടുക? നമ്മൾ ആരോടെല്ലാം സഹായം തേടുന്നുണ്ട്? അങ്ങനത്തെ സഹായമല്ല. അപ്പം ആ സഹായം വ്യത്യാസമുണ്ട്, അല്ലേ? അതേപോലെ അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിക്കണ്ടേ, ഗുരുനാഥന്മാരെ അനുസരിക്കണ്ടേ, അല്ലേ? നമുക്ക് നമ്മളെ ലീഡ് ചെയ്യുന്ന ആളെ അനുസരിക്കണ്ടേ? വേണം. പക്ഷെ ആ അനുസരണം അള്ളാഹുവിൻ്റെ അനുസരണത്തിൻ്റെ കീഴിലായിരിക്കണം. അങ്ങനെയാണ്. നമ്മൾ അള്ളാഹു അല്ലാത്ത ഇലാഹില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിനോടുള്ള അനുസരണത്തിൻ്റെ കീഴിലായിരിക്കണം. എന്ത്? നമ്മൾ വേറെ ആരനുസരിക്കുന്നുണ്ടെങ്കിലും അനുസരിക്കണം. യഥാർത്ഥത്തിൽ ഈ ആരാധന പോലും ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ അനുസരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. മനസ്സിലായില്ല അല്ലേ? മനസ്സിലാവണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. നിങ്ങൾ പഠിച്ച കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധന അല്ലേ? സുജൂദ് എന്ന് പറയുന്നത് ആരാധനയാണ്. അള്ളാഹു തആല ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. കൽപ്പിച്ചില്ലേ? കൽപ്പിച്ചു. അപ്പോൾ ആദമിന് സുജൂദ് ചെയ്തവരാണോ ചെയ്യാത്തവരാണോ പരാജയപ്പെട്ടത്? ചെയ്യാത്തവർ. അപ്പം നിങ്ങൾ ഈ സുജൂദ് എന്ന് പറഞ്ഞാൽ ആരാധനയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു മായന എന്ന് പറഞ്ഞു തരും. എന്താന്ന്? അള്ളാഹു താല അല്ലാത്ത, അല്ലല്ലോ ആദം, സുജൂദ് ആദം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക. അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത്, അല്ലേ? നമ്മൾ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനല്ലേ മനസ്സിലാക്കിയത്. ഇവിടെ അള്ളാഹ്ക്കല്ല സുജൂദ് ചെയ്യുന്നത്, ആദമിന് സുജൂദ് ചെയ്യാനാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞതുകൊണ്ട് എന്നാവുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹിനെ അനുസരിക്കുന്നത് കൊണ്ടാണ് ആരാധന പോലും വരുന്നത്. അള്ളാഹു താല അന്ന് പറഞ്ഞത് ആദമിന് സുജൂദ് ചെയ്യാനാണ്. മലക്കുകളോടൊക്കെ, അല്ലേ? ജിന്നുകളോടും മലക്കുകളോടൊക്കെ ആദമിന് സുജൂദ് ചെയ്യാൻ ആരാ പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞു. അപ്പോൾ ആദമിന് സുജൂദ് ചെയ്യലാണ് ഇബാദത്ത്. അള്ളാഹു താല നമ്മളോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം സുജൂദ് ചെയ്യണമെന്ന്. അപ്പം അള്ളാഹ്ക്ക് മാത്രം സുജൂദ് ചെയ്യലാണ് ഇബാദത്ത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്താണ്? അള്ളാഹിനനുസരിക്കുക. മൊയ്തീൻ ഷേഖേ കാക്കണേ എന്ന് വിളിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? വിളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതല്ല. കാര്യമുണ്ടോ കാര്യമില്ലേ നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അള്ളാഹ് പറഞ്ഞവന് വിളിക്കരുത്, അല്ലേ? അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് അള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ്. അപ്പം അള്ളാഹ് പറഞ്ഞു, അള്ളാഹു കൽപ്പിച്ചു എന്നതാണ് പ്രധാനം.
ഹജറുൽ അസ്വദിനെ ചുംബിക്കുക എന്നത് സുന്നത്തായ കാര്യമാണ് അല്ലേ? എന്തുകൊണ്ടാണ് അത് സുന്നത്താകുന്നത്? അള്ളാഹ് കൽപ്പിച്ചതുകൊണ്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ടാണ്. അതേപോലെ വേറൊരു കല്ലിനെ പോയിട്ട് പുണ്യം കിട്ടും വിചാരിച്ച് ചുംബിച്ചാൽ ശിർക്കാണ്. അതെന്താ? ഈ കല്ലും ആ കല്ലും തമ്മിൽ പോരിശൻ്റെ വ്യത്യാസക്കുറവല്ല പ്രശ്നം, അതല്ല പ്രശ്നം. കാരണം ഇതും കറുത്ത കല്ലാണ്. അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ കൽപ്പന എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന വന്നതോടുകൂടി ആ കല്ല് പ്രധാനമായി അല്ലേ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അല്ലാതെ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കാൻ പറ്റാത്ത ഒരു കൽപ്പന വേറില്ല. അപ്പോൾ വ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കേണ്ടത്. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നെ അതിലെന്തില്ല? ചോദ്യമല്ല. ഒരു റുക്കു ആയിക്കോട്ടെ, ഒരു റുക്കു, 2 സുജൂദ് ആയിക്കോട്ടെ, 2 സുജൂദ്, 2 റക്അത്ത് സുബഹി ആയിക്കോട്ടെ, അതെന്താ അങ്ങനെ എന്ന് ചോദ്യമില്ല. ഉണ്ടോ? ഒരു ചോദ്യമില്ല. വേറെ ആര് നമ്മളോട് കൽപ്പിച്ചാൽ നമുക്ക് ചോദിക്കാം, അതെന്താ അങ്ങനെ? നിങ്ങളാ പറഞ്ഞതിന് ഖുർആനിൽ തെളിവുണ്ടോ, ഹദീസിലുണ്ടോ? ചോദിക്കാം. എന്തിനാ അപ്പം അങ്ങനെ തന്നെ ചെയ്യുന്നത്? എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നത്? എന്തിനാ അങ്ങോട്ട് പോയിക്കൂടെ? സ്വഹാബിമാർ ചോദിച്ചിരുന്നു. ബദർ യുദ്ധത്തിന് സ്ഥലം നിർണയിച്ചപ്പോൾ സ്വഹാബിമാർ ചോദിച്ചല്ലോ, അല്ല റസൂലെ ഇവിടെ തന്നെ നിൽക്കണോ, അത് അള്ളാന്റെ കൽപ്പനയാണോ? അങ്ങനൊന്നുമില്ല, എന്നാ അപ്പുറത്തുനിന്നൂടെ ആയിക്കോട്ടെ എന്ന്. അള്ളാന്റെ കൽപ്പനയാണെങ്കിൽ പിന്നെ അവരെ സംബന്ധിച്ച് എന്തില്ല? മാറ്റല്ല. കാരണം അള്ളാഹു ആണ് ഏകനായ ഇലാഹ്. അപ്പോ വ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനാണ്, ഏകനായ ഇലാഹാകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ പാടുള്ളൂ. അവന് മാത്രമാണ് നിങ്ങൾ കീഴ്പ്പെടാൻ പാടുള്ളൂ. അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. അവനെ മാത്രമാണ് നിങ്ങൾ സത്യത്തിൻ്റെ മാനദണ്ഡമായി സ്വീകരിക്കാൻ പാടുള്ളൂ. സത്യം പറയുന്നവർ കുറേ ഉണ്ടാവും. പക്ഷെ സത്യത്തിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. എന്താണത്? ഒരാൾ പറഞ്ഞു എന്നതുകൊണ്ട് അത് സത്യമാണ് എന്ന് അള്ളാഹു മാത്രമാണുള്ളൂ, വേറെ ആരുമില്ല. അള്ളാഹ് കൽപ്പിച്ചതുകൊണ്ട് റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവും റസൂലും. ഇപ്പൊ റസൂലുള്ളാഹി സാധനം പറഞ്ഞു എന്നാ പിന്നെ അതിന് വേറെ തെളിവ് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അള്ളാഹ് പറഞ്ഞതാണത്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറയാ? തന്നിഷ്ടം പറയുന്ന ആളല്ല, ഈ ദേഹേച്ഛ അനുസരിച്ച് പറയുന്ന ആളല്ല, അള്ളാഹ് പറയുന്നതനുസരിച്ച് പറയുന്ന ആളാണ്. നിങ്ങൾക്ക് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാവണം. സത്യം പറയുന്നവർ ധാരാളം ഉണ്ടാവും, സത്യവാന്മാർ ഒരുപാടുണ്ടാവും. നമ്മളെ കൂട്ടത്തിലും ഉണ്ട് അല്ലേ? അല്ല, നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? സത്യം പറയണവരല്ലേ? എന്താ പറയുക, ഉറപ്പില്ലാത്ത നിങ്ങൾക്ക്? സത്യം പറയണവരല്ലേ എന്ന് വെച്ചിട്ട് മുണ്ടിനില്ല. അവനാനെപ്പറ്റി അവനാനൊരു ബോധം ഉണ്ടാകണ്ടേ? വേറുള്ളവർ നടക്കട്ടെ. ഏറ്റവും ചുരുങ്ങിയത് അവസാനത്തെ കളവ് അതായി പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ് മുണ്ടാത്തത്. ഏത്? പക്ഷെ അതേ സമയത്ത് സത്യം പറയുന്നവർ ധാരാളം ഉണ്ടാവും. പക്ഷേ സത്യത്തിൻ്റെ മാനദണ്ഡമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവുള്ളൂ, അള്ളേ റസൂലുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് സത്യമാവൂല. ഞാൻ സത്യം പറഞ്ഞാലാണ് അത് സത്യമാവുക. പക്ഷേ അള്ള ഒരു കാര്യം പറഞ്ഞു, റസൂൽ ഒരു കാര്യം പറഞ്ഞു, അത് അള്ള പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അത് സത്യമാണ്. ഖുൽ സദഖല്ലാഹ്, പറയുക അള്ളാഹു സത്യം പറഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ സത്യത്തിൻ്റെ മാനദണ്ഡം, ഒരു കാര്യം ഉള്ളതോ ഇല്ലയോ ഇല്ലാത്തതോ, ഇത് അള്ളാനല്ലാണ്ട് ഒരാളെയും സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ ഇന്നത്തെ ഓറ് പറഞ്ഞതാണ്, എന്നാ പിന്നെ വേറെ ഒന്നും ചോദിക്കണ്ട, അങ്ങനെ പറയാൻ പാടില്ല. സ്വഹാബിമാർ പറഞ്ഞാൽ പോലും ചോദിച്ചിരുന്നു എന്നാണ്. ഇതിൻ്റെ തെളിവ് എന്താന്ന്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ, അപ്പം ശരി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ആയിക്കോട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് എനിക്കറിയാം. എന്നാ പിന്നെ അത് അങ്ങനെ തന്നെ. അതേസമയം ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗം നടത്തുമ്പോൾ പെണ്ണെണീറ്റുന്ന കഥ നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ? മഹർ അധികരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്വന്തം ഒരു അഭിപ്രായം പറഞ്ഞതാണ്. പെണ്ണുങ്ങൾ ഇങ്ങനെ മഹർ കണ്ടമാനം ചോദിച്ചാൽ ആണുങ്ങൾക്ക് പെണ്ണിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവും. പൈസ ഇല്ലാത്തവനും തോനെ മഹർ കൊടുക്കാൻ കഴിയാത്തവനൊന്നും കല്യാണം കഴിക്കാൻ കഴിയില്ല, കുടുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് പെണ്ണുങ്ങൾ നിങ്ങളിങ്ങനെ ഇത്ര തോനെ ചോദിക്കണത് എന്ന് പറഞ്ഞപ്പോൾ പെണ്ണെണീറ്റ് എന്നിട്ട് പറഞ്ഞു, ഇസ്ലാം അനുവദിച്ചത് വലക്കാൻ എനിക്ക് അധികാരമില്ല എന്ന്. പറയണത് ഉമറാണ് എന്നൊന്നും നോക്കിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആണ് പറയണമെങ്കിൽ പോലും അല്ലാഹു റസൂൽ അനുവദിച്ച ഒരു കാര്യമാണെങ്കിൽ പിന്നെ അത് വലക്കാൻ ആർക്കും അവകാശമില്ല. അപ്പോൾ പറഞ്ഞത് ആരാന്ന് നിങ്ങൾ നോക്കണ്ടേ? ഏതോ ഒരു വലിയാണ് എന്ന് അറിയപ്പെടുന്ന ഒരാൾ പറഞ്ഞല്ല. വലിയ എന്ന് 100% ഉറപ്പാണ്. ഉമറും ഫിൽ ജന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് ഉമർ സ്വർഗത്തിലാണ്. പക്ഷെ എന്നാലും ഇതാണ് അള്ളാഹു കൽപ്പിച്ചു, റസൂൽ കൽപ്പിച്ചു. ഇതല്ലാത്ത ആരുടെ കൽപ്പനയെയും എന്ത് ചെയ്യാം? ചോദിക്കാം. നിങ്ങൾ ആ പറയുന്ന സംഗതി നല്ല രസമുണ്ട് കേൾക്കാൻ. ഇസ്ലാമിലുള്ളതാണോ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഇജ്മാ ഉണ്ടോ? അതിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉണ്ടോ എന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വെച്ച് ചോദിക്കാം. അപ്പോൾ ചോദ്യം ചെയ്യപ്പെടാതെ അനുസരിക്കപ്പെടുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരാധനകൾ പോലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള അനുസരണമാണ്. ആ അനുസരണം എപ്പോൾ നീങ്ങിപ്പോകുന്നുവോ അപ്പോൾ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നിന്ന് അവൻ നീങ്ങിപ്പോകും. അള്ളാഹു താലക്ക് ആരാധന മാത്രം നടത്തി അങ്ങനെയുള്ള ഒരു സൃഷ്ടിയാണ് ഇബ്ലീസ്. അള്ളാഹനല്ലാണ്ട് ആരാധിച്ചിട്ടുണ്ടോ ഇബ്ലീസ്? ഇബ്ലീസ് അള്ളാഹിനോടല്ലാണ്ട് ദ്വാരുന്നണോ? ഇബ്ലീസ് അള്ളാഹ്ക്കല്ലാണ്ട് സുജൂദ് ചെയ്തണോ? എന്നിട്ട് ഇബ്ലീസ് ശപിക്കപ്പെട്ടവനായത് എന്താണ്? അങ്ങനെ അവനാൻ്റെ ഇഷ്ടത്തിന് ആരാധിച്ചാൽ പോരാ, അള്ളാഹ് കൽപ്പിക്കണനുസരിച്ച് ആരാധിക്കണം. അള്ളാഹു താലൻ്റെ കൽപ്പന അനുസരിച്ച് സുജൂദ് ചെയ്യണം. അവനാൻ്റെ ഇഷ്ടത്തിന് സുജൂദ് ചെയ്താൽ പോരാ. ഇബ്ലീസിൻ്റെ ന്യായം വളരെ നല്ല ന്യായമാണ്. ഞാനാണ് ശ്രേഷ്ഠൻ, അവൻ എന്നെക്കാളും താന്നവനാണ്, ഞാൻ എന്തിനാണ് പടപ്പിന് സുജൂദ് ചെയ്യണത്? പടച്ചോന് സുജൂദ് ചെയ്താൽ പോരെ എന്നാണ്. ഈ ന്യായത്തിനൊന്നും സ്ഥാനമല്ല അള്ളാഹിൻ്റെ കൽപ്പന വന്നാൽ. അപ്പം ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പം നിങ്ങളുടെ ഇലാഹ് എന്ന് പറഞ്ഞാൽ, അപ്പം അതുകൊണ്ടാണ് ദേഹേച്ഛ ഇലാഹാകുന്നത്. അങ്ങനെയാണ് ഭൂമിയിൽ ഇബാദത്ത് ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും മോശപ്പെട്ടത് ദേഹേച്ഛയാണെന്നാണ്. സ്വന്തം ഇഷ്ടത്തെ തന്നെ ഒരാൾ ഇലാഹായി കാണലാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം എന്നാണ്. ഏറ്റവും വലിയ തെറ്റതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക, അള്ളാഹുവിനെ ഏക ഇലാഹായിട്ട് കാണുക എന്നത് പ്രധാനമാണ്. വ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ്. തീർന്നില്ല, വീണ്ടും പറയാണ് ലാ ഇലാഹ ഇല്ലാ ഹുവ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ് എന്ന് പറഞ്ഞാൽ തന്നെ അതുണ്ട്. പക്ഷെ പോരാ. ലാ ഇലാഹ, യാതൊരു ഇലാഹുമില്ല, യാതൊരു ഇലാഹുമില്ല. നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് കൽപ്പിച്ചരുളിത്തരാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഹലാൽ ഹറാമുകളെ നിശ്ചയിച്ചു തരാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന വഴി ഏതാണെന്ന് കാണിച്ചു തരാൻ ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. ഇല്ലാഹുവ, അവനല്ലാതെ വേറെ ആരുമില്ല. ആരാണ് ഈ അവൻ? ഖുൽ, പറയുക, ഹുവ, അവൻ, അല്ലാഹു, അല്ലാഹു ആകുന്നു, അഹദ്. ഇവിടെ വായിച്ചിട്ട് ഒരാൾക്ക് തോന്നുകയാണ് ലാ ഇലാഹ ഇല്ലാ ഹുവ, ആരൈ ഹുവ? ഖുൽ, പറയുക നബിയെ, ഹുവ, അവൻ, അല്ലാഹു, അല്ലാഹു ആണ്, അഹദ്, ഏകനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാകുന്നു, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാകുന്നു, അവനല്ലാത്ത ഒരു ഇലാഹും ഇല്ല. ഈ കഅബൻ്റെ അകത്ത് കുറേ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു.
ആ കഅബയുടെ അകത്തുള്ള വിഗ്രഹങ്ങളെ ഒക്കെ അവർ ആരാധിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഒരൊറ്റ മുശ്രിക്കിനും ആ വിഗ്രഹങ്ങളാണ് ഈ ദുനിയാവ് പടച്ചതെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അത് അല്ലാഹ് തന്നെ പറഞ്ഞതാണ്. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാ? അവർ പറയാം അല്ലാഹു. പിന്നെന്താ ഓല് തെറ്റിപ്പോണത് എന്നാ. ഫിർഔനിന് വിചാരം ഉണ്ടായിരുന്നില്ല എന്ത് ആകാശഭൂമികളെ പടച്ചത് മുഴുവനും ഫിർഔനാണ്. ഫിർഔന് തന്നെ അറിയാം ആകാശഭൂമികളെ പഠിച്ച ഞാനല്ല. നമ്രൂദിന് അറിയാം. അതുകൊണ്ടാണ് എന്താകുന്നത്, അവരൊക്കെ ഉത്തരം മുട്ടിപ്പോയത് നബിമാരുടെ മുമ്പിൽ. ഫബുഹിത്തല്ലദീ കഫർ, നിഷേധികളുടെ ഉത്തരം മുട്ടി, നാവടങ്ങിപ്പോയി. ആരാണ് നിന്റെ ഇലാഹ് എന്ന് ചോദിച്ചപ്പോൾ ആകാശഭൂമികളെ പടച്ചോനാന്ന് പറഞ്ഞോട് കൂടിയിട്ട് അവരുടെ ഉത്തരം മുട്ടിപ്പോയി. ഇതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ ആരാധന നടത്തിയത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആനിലെ 29-ാം അധ്യായത്തിലെ 25-ാമത്തെ ആയത്ത്. ഖുർആനിനെ വ്യാഖ്യാനിക്കുന്നതാണ്. ഖുർആനിനെ തന്നെ പരസ്പരം വ്യാഖ്യാനിക്കും. വഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നമത്തഹത്തും, നിശ്ചയം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമേ, ഔസാന, ചില വിഗ്രഹങ്ങളെ, മവദ്ദതൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് എന്താണ്, മവദ്ദത ബൈനിക്കും, നിങ്ങൾക്കിടയിലുള്ള സ്നേഹം കാരണമാണ് അത്. മവദ്ദത ബൈനിക്കും ഫിൽ ഹയാത്തി ദുനിയാ, ഇഹലോക ജീവിതത്തിൽ നിങ്ങൾക്ക് ഇടയിലുള്ള സ്നേഹം കാരണമാണ് നിങ്ങൾ ചില വിഗ്രഹങ്ങളെ സ്വീകരിച്ചത്. അല്ലാതെ അവ നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഈ ആയത്ത് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ ഖുറൈശികളുടെ ചരിത്രം പഠിക്കണം. അള്ളാഹു പറഞ്ഞു, അള്ളാഹു താല ഇബ്രാഹിം നബിനെ ഉദ്ധരിക്കുകയാണ്. വഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നമത്തഹത്തും, നിശ്ചയം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, മിൻ ദൂനില്ലാഹി ഔസാന, ചില വിഗ്രഹങ്ങളെ, മവദ്ദത ബൈനിക്കും ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹം കാരണമാണ് നിങ്ങൾ അങ്ങനെ സ്വീകരിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ വിട്ട് നിങ്ങൾ ചില വിഗ്രഹങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു, ഇത് ഇഹലോക ജീവിതത്തിൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം കാരണമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ആ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഖുറൈശികളുടെ ചരിത്രം എന്താണ് എന്നറിയണം. കഅബയുടെ അകത്തുണ്ടായിരുന്ന അത്രയേറെ വിഗ്രഹങ്ങൾ, അത്രയും വിഗ്രഹങ്ങളാണ് ദുനിയാവ് പടച്ചത് എന്നോ അത്രയും വിഗ്രഹങ്ങൾ വേണം ഞങ്ങൾക്ക് ദ്വാരക്കാനെന്നോ വിചാരിച്ചുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ദ്വാ ചെയ്യാൻ എന്ത് മതി? ഒരു വിഗ്രഹം തന്നെ മതിയല്ലോ, അല്ലേ? ഒന്നിലധികം, ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായിക്കോട്ടെ, അത് മതിയല്ലോ. പിന്നെ എന്തിനാ 300 ചില്ലാനും വിഗ്രഹങ്ങൾ? ഓരോ ആവശ്യത്തിനും ഓരോന്നെന്നുള്ളതല്ല. ഈ ഖുറൈശി ഗോത്രത്തിൽ തന്നെ വ്യത്യസ്തമായ കൈവഴികളുണ്ടല്ലോ. ഈ ഖുറൈശികള് മറ്റുള്ള രാജ്യക്കാരുമായിട്ട് വാണിജ്യ കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇണക്കം ഉണ്ടാക്കുക എന്നാണ് അതിന് പറയാ. ഇതിനാണ് ഈലാഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈലാഫ്. ഹാഷിമാണത് തുടങ്ങിയത്. ഹാഷിം എന്ന് പറഞ്ഞാൽ ഖുറൈശി ഗോത്രത്തിലെ നബിൻ്റെ കുടുംബത്തിൻ്റെ അല്ലെ ഹാഷിം കുടുംബം. ഹാഷിമാണത് തുടങ്ങി വെച്ചത്. ഈലാഫ് എന്ന് പറഞ്ഞാൽ അതിലൂടെയുള്ള കച്ചവട സംഘങ്ങൾ, അതിലൂടെ പോകുന്ന കച്ചവട സംഘങ്ങൾ, അവരുമായിട്ടുള്ളൊരു ഇണക്കം, വ്യത്യസ്ത രാജ്യങ്ങളുമായിട്ടുള്ള ഇണക്കം, അവരുമായിട്ടുള്ള വാണിജ്യ കരാർ. ആ വാണിജ്യ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരോട് ഇവർ പെരുമാറിക്കൊണ്ടിരുന്നത്. എന്നാൽ പുറം രാജ്യക്കാരുമായിട്ടുള്ള വാണിജ്യ കരാർ മാത്രമല്ല, ഖുറൈശികൾ, ഈ ഖുസയ്യ് എന്ന് പറയുന്ന ആളുണ്ട് ഖുറൈശികളിലെ, ഖുറൈശിയുടെ മകൻ, പിന്നെ അവരുടെ മകൻ എന്ന് പറയുന്ന ഖുസയ്യ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഖുറൈശി ഗോത്രത്തിൽ അതിപ്രധാനിയാണ്. അദ്ദേഹമാണ് ഹിജാസിൽ ചിതറിത്തെറിച്ച് കിടന്നിരുന്ന ഖുറൈശി ഗോത്രക്കാരെ ഹിജാസിലേക്ക്, മക്കയിലേക്ക് എന്താക്കിയത്? മക്ക കേന്ദ്രമാക്കിയിട്ട് താമസിപ്പിച്ചത്. ഹിജാസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മളിന്ന് സൗദി അറേബ്യ എന്ന് പറയുന്ന സ്ഥലം പണ്ടില്ലല്ലോ. സൗദി അറേബ്യ സ്ഥലമുണ്ട്, സൗദി അറേബ്യ എന്ന് പേരില്ലല്ലോ.
അന്ന് ഈ ഘടനയല്ല. പണ്ട് കേരളമില്ലല്ലോ. പണ്ട് എവിടെ ഉള്ളത്? തിരുവിതാംകൂറുണ്ട്, തിരുകൊച്ചിയുണ്ട്, മലബാറുണ്ട്. മലബാർ എന്ന് പറയുന്നത് മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു. പിന്നെയാണ് കേരളം രൂപപ്പെടുന്നത്. ഇതുപോലെ ദേശത്തിൻ്റെ അതിർത്തികളും പേരുകളും ഘടനയൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ രാജ്യത്താകെ 25 സംസ്ഥാനമുണ്ട്. ഇപ്പം അതിലും അധികം ഉണ്ട് അല്ലേ? പുതിയ പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വരുന്നുണ്ട്, പലതും പുതിയ ജില്ലകൾ നിലവിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് മാറും. അപ്പം ഇതുപോലെ പിന്നെ പുതിയ പഞ്ചായത്തുകൾ വരില്ലേ, അപ്പോൾ അതിൻ്റെ പേര് മാറും. അപ്പം ഹിജാസ് എന്നായിരുന്നു ആ മേഖല പൊതുവിൽ അറിയപ്പെട്ടിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ സൗദി അറേബ്യ എന്ന് പറയുന്ന മക്ക, മദീന ഒക്കെ ഉൾപ്പെടുന്ന ആ മൊത്തം പ്രദേശം. അപ്പോൾ ആ ഹിജാസിൽ ചിതറിത്തെറിച്ച് പലയിടത്തായിട്ട് കിടക്കുകയായിരുന്നു ഖുറൈശികൾ. അവരെ മക്കയിലേക്ക് കേന്ദ്രീകരിച്ചു. എന്നിട്ട് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് സേവനം ചെയ്യുക, ഉംറയ്ക്ക് വരുന്ന ആൾക്ക് സേവനം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവരെ സജീവരാക്കി. അങ്ങനെ ഖുറൈശികളെ മക്ക കേന്ദ്രീകരിച്ച് യോജിപ്പിച്ച് നിർത്തിയ ആളുടെ പേരാണെന്ത്? ഖുസയ്യ്. അത് അങ്ങനെ യോജിപ്പിച്ച് വെറുതെ നിൽക്കൂലല്ലോ. അങ്ങനെ നിൽക്കണമെങ്കിൽ വേറെ ചില സംഗതികൾ വേണം. അതെന്താണെന്ന് ചോദിച്ചാൽ ആത്മീയമായ, മതപരമായ, അനുഷ്ഠാനപരമായ സംഗതികളിലൂടെ ഇതൊക്കെ നിലനിൽക്കുള്ളൂ. എല്ലാം അങ്ങനെ നിലനിൽക്കുള്ളൂ. അതിനു വേണ്ടിയാണ് ഓരോ കുടുംബത്തിൻ്റെയും ഓരോ കൈവഴികളുടെയും പേരിൽ കഅബക്കകത്ത് വിഗ്രഹങ്ങൾ കൊണ്ടുപോയി വെച്ചത്. അപ്പം ഇവര് ഈ ബൈത്തിനോട് തന്നെ ബന്ധമുണ്ടാവും. സംഗതി മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പം നമ്മളെ നാട്ടിൽ കണ്ടിട്ടില്ലേ വ്യത്യസ്ത കുടുംബക്ഷേത്രങ്ങൾ, ഓരോ കുടുംബത്തിൻ്റെ ക്ഷേത്രങ്ങൾ. ആ കുടുംബത്തിന് ആ ക്ഷേത്രമായിട്ടാണ് ബന്ധം ഉണ്ടാവുക. മനസ്സിലായോ? ആ ക്ഷേത്രത്തിനായിട്ടാണ് അവർക്ക് ബന്ധം ഉണ്ടാവുക. അവിടുത്തെ വിഗ്രഹം, അവിടുത്തെ പൂജ, അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ഉത്സവം, അത് കെങ്കേമമാക്കണം, അത് സംഭവമാക്കണം എന്നല്ലേ വിചാരിക്കുക അല്ലേ? അങ്ങനെ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ടവർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഈ പറഞ്ഞ ഈലാഫ്, ഈ പരസ്പര രഞ്ജിപ്പ്, പരസ്പരം കൂട്ടായ്മ, ഈ സംഗതികൾ നിലക്കൂല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാവർക്കും കഅബയായിട്ട് എന്ത് വേണം? ബന്ധം ഉണ്ടാവണം. അപ്പം എല്ലാ വിഭാഗത്തിൻ്റെയും വിഗ്രഹങ്ങളും സംഗതികളും അവിടെ ഉണ്ടാക്കുകയും എല്ലാവരെയും അവിടെയുമായിട്ട് ബന്ധപ്പെടുത്തുകയും അതാണ് മുഖ്യമായ ഒരു സംഗതി എന്ന് വരുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം യഥാർത്ഥത്തിൽ ആരാധിക്കുക, പ്രാർത്ഥിക്കുക, ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതിനപ്പുറത്ത് ഇതൊരു സാമൂഹ്യ രാഷ്ട്രീയ പ്രധാനമായ ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞോട് കൂടിയിട്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു വിഗ്രഹം, ഒരു കുടുംബത്തിൻ്റെ വിഗ്രഹം എടുത്തു മാറ്റിയാൽ ആ കുടുംബത്തിന് പിന്നെ അവിടെ സ്ഥാനമില്ല എന്നാണ് അവരുടെ ധാരണ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പം എല്ലാ വിഗ്രഹങ്ങളും എടുത്തു മാറ്റിയാൽ ആധിപത്യം പിന്നെ ഇവർക്ക് ആർക്കും ഇല്ലാതാവൂലേ? മനസ്സിലായോ നിങ്ങൾക്ക്? ശരിക്കും മനസ്സിലായാലും ഒന്നുകൂടി ചിന്തിച്ചു നോക്കണം. ഇവരുടെ ഓരോരുത്തരുടെയും വിഗ്രഹം അവിടെ സ്ഥാപിച്ചത് അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനാണ്. ആ പ്രാതിനിധ്യം ഉറപ്പുവരുത്തി അവരെങ്ങനെ അവിടെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി ഖുറൈശി എന്ന് പറയുന്നത്, ദാറുൻ നദ്വ എന്ന് പറയുന്നത് എന്തായിരുന്നു? അവരുടെ മജ്ലിസായിരുന്നു. ഈ ദാറുൻ നദ്വയിലേക്ക് പിന്നെ അവരുടെ മജ്ലിസിലേക്ക്, അവരുടെ കൂടിയാലോചന സംവിധാനത്തിലേക്ക് ആ നാട്ടിലുള്ള വ്യത്യസ്ത കുടുംബക്കാരിൽ നിന്ന് മുതിർന്ന ആളുകളെ മുഴുവനും ചേർത്തുമായിരുന്നു. അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് കൗൺസിലാണ്. പക്ഷെ കുടുംബത്തിൽ നിന്നുള്ള ആളുകളെ മാത്രമല്ല, ഓരോ കുടുംബത്തിലെയും കൂടുതൽ പ്രാപ്തിയുള്ള ആളുകളെയും കൂടി ചേർത്തുകയായിരുന്നു. അപ്പം നിങ്ങൾക്ക് വേഗം മനസ്സിലാവണമെങ്കിൽ, മനസ്സിലാവാണോ മനസ്സിലാവാണ്ടിരിക്കുകയാണോ ചെയ്യാമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും പറഞ്ഞു നോക്കുക. ചിലത് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവാതായിപ്പോൾ. അങ്ങനെയുണ്ട്. ഇപ്പം നമ്മളെ നാട്ടിൽ ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട് അല്ലേ? ഈ ലോകസഭ എന്ന് പറയുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മണ്ഡല അടിസ്ഥാനത്തിൽ എത്ര മണ്ഡലമുണ്ടോ ആ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായിട്ട് പോണ MP ആണ്, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. അങ്ങനെ പോവുക ആരായിരിക്കും സാധാരണ നിലക്ക്?
രാഷ്ട്രീയക്കാരായിരിക്കും. കാരണം അവരാണ് പൊതുപ്രവർത്തകർ, അവരാണ് നാട്ടിലെല്ലാവർക്കും പരിചയമുള്ളത്. അങ്ങനെ നാട്ടിലെല്ലാവർക്കും പരിചയമുള്ള, എല്ലാവരുടെയും മുന്നിൽ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന മറ്റൊരുപാട് സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരാൾ MP ആവുക, അല്ലേ? പക്ഷെ രാജ്യഭരണത്തിന് അവർ മാത്രം പോരാ. രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ശാസ്ത്രജ്ഞർ വേണം, സാഹിത്യകാരന്മാർ വേണം, ചരിത്രകാരന്മാർ വേണം, കായിക രംഗത്തുള്ളവർ വേണം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആളുകളും കൂടി രാഷ്ട്രഭരണത്തിന് വേണം. പക്ഷെ അവർ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ നിന്നാൽ ജയിക്കൂല. കാരണം അവർക്ക് എന്തുണ്ടാവില്ല, ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാവില്ല. പക്ഷെ അയാൾ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വലിയ അഭിപ്രായ സുബദ്ധതയുള്ള ആളായിരിക്കും. പക്ഷെ അയാൾ മത്സരിക്കാൻ നിന്നാൽ ജയിക്കൂല. കാരണം നാട്ടുകാർക്ക് അയാൾ അറിയില്ല. പക്ഷെ അങ്ങനെയുള്ളവരെ കൂടി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ഈ രാജ്യസഭ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ആ രാജ്യസഭയിലേക്ക് ആരാണ് തിരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ ജനപ്രതിനിധികൾ കൂടിയിട്ട് പുറമുള്ള ഒരാളെ തിരഞ്ഞെടുക്കും. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാതെ തന്നെ എന്നാൽ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിന് ഉപയോഗപ്പെടുന്ന ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനമാണ് യഥാർത്ഥത്തിൽ അത്. പക്ഷെ അതിൻ്റെ അകത്തും രാഷ്ട്രീയക്കാരെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്നത് വേറൊരു സംഗതിയാണ്. പക്ഷേ അതിനുള്ളതാണത്. അങ്ങനെ വരുമ്പോഴാണ് അപ്പോൾ അവിടെ ആരൊക്കെ എത്തും? ഈ മണ്ഡലത്തിൽ നിന്നാലും ജയിക്കൂലെങ്കിലും അവർ രാജ്യത്തിന് ആവശ്യമായിരിക്കും, അവരും കൂടി എത്തും. അങ്ങനെ ലോക്സഭയും രാജ്യസഭയും കൂടി ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് സിസ്റ്റമൊക്കെ നല്ലതാണ്. അപ്പോൾ ദാറുൻ നദ്വയിലേക്ക് ഇതുപോലെ കുടുംബത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലക്കും ആളുണ്ടാവും. എന്നാൽ കുടുംബത്തിൽ തന്നെ ചില പ്രഗത്ഭരായ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ചില അഭിപ്രായ സുബദ്ധതയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന അങ്ങനത്തെ ചില ആൾക്കാരുണ്ടാവൂലേ, അങ്ങനെയുള്ളവരും ഉണ്ടാവും. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു മജ്‌ലിസാണ് ദാറുൻ നദ്വ എന്ന് പറയുന്ന ഓഫീസിൽ യോഗം ചേരുക. അവരാണ് കാര്യങ്ങളൊക്കെ കൂടി ആലോചിക്കുക. അവർ കൂടി ആലോചിച്ചിട്ടാണ് നബിനെ കൊല്ലാൻ വീട് വളഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞത് ദാറുൻ നദ്വയിൽ കൂടി ആലോചിച്ചിട്ടാണ്. അപ്പോഴാണ് അവിടെ നിന്ന് അഭിപ്രായം വന്നത്, നബിനെ ആര് കൊല്ലും? ഏതെങ്കിലും ഒരു കുടുംബക്കാർ കൊന്നാൽ പിന്നെ ആ കുടുംബവും ആശിം കുടുംബവും തമ്മിൽ എന്തുണ്ടാവും? ശത്രുതയും വൈരാഗ്യമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവർ തീരുമാനിച്ചു ഓരോ കുടുംബത്തിൽ നിന്നും ആ ആളുകളെ, പ്രതിനിധികളെ കൊണ്ടുവന്നിട്ട് ആരാ കൊന്നതെന്ന് തിരിയാത്ത രീതിയിൽ കൊല്ലുക. ആൾക്കൂട്ടക്കൊല നമ്മളെ സംഘപരിവാറിൻ്റെ ഒരു ഇഷ്ട വിനോദമാണത്. ആൾക്കാർ തച്ചുമില്ല, ആരാ കൊന്നതെന്നുണ്ടാവില്ല. കുറേ ആൾക്കാർ കൂടിയിട്ട്, 100 കണക്കിന് ആൾക്കാർ കൂടിയിട്ട് ഒരാളെ അങ്ങോട്ട് തച്ചു വന്നാൽ ഒരാൾക്കും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റൂല. ഒരാളെ കൊന്നാൽ വേണമെങ്കിൽ കേസ് വാദിച്ച് ജയിച്ച് തൂക്കിക്കൊല്ലണോർത്തോ ജീവപര്യന്തത്തിലോ എത്തിക്കാൻ പറ്റും. 100 ആൾ കൂടി ഒരാളെ കൊന്നാൽ 100 ആൾ തൂക്കി കൊല്ലാൻ പറ്റും. അങ്ങനെയുള്ളൊരു സിസ്റ്റം ശരിക്കും തുടങ്ങി വെച്ചത് ഇന്ത്യയിലല്ല, തുടങ്ങി വെച്ചത് അവിടെയാണ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നബിനെ അങ്ങനെ കൊല്ലാന്ന്. എല്ലാവരും കൂടിയിട്ട് ഒരു പിടിച്ച വാളുമായിട്ട് നബിയുടെ വീട് വളഞ്ഞത് അങ്ങനെയാണ്. ഇത് ദാറുൻ നദ്വയിൽ ഉണ്ടായൊരു യോഗ തീരുമാനമാണ്. മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ ആ സ്ഥലത്തെക്കുറിച്ചും ഓഫീസിനെ കുറിച്ചും പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ഖുറൈശികളിലെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്താനും ഒരേ സിസ്റ്റത്തിലൂടെ കൊണ്ടുപോകാനുമാണ് യഥാർത്ഥത്തിൽ, അതാണ് വിഗ്രഹ പൂജയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമമാണ് അവിടെ ഉണ്ടായിരുന്നത്. മക്കയിൽ രാജാവ് ഉണ്ടായിട്ടില്ല പഴയ കാലത്ത്. പക്ഷെ രാജഭരണമല്ലെങ്കിലും ഗോത്ര വ്യവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഗോത്രഭരണം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആദിവാസികളൊക്കെ ഗോത്ര വിഭാഗക്കാരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മൂപ്പനുണ്ടാവും, അവിടെ ഒരു ഭരണക്രമം ഉണ്ടാവും, അവിടെ ഒരു നാട്ടുകൂട്ടുണ്ടാവും, കോടതി ഉണ്ടാവും. അപ്പോൾ ആ മൂപ്പൻ എന്താണ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരാളാണ്. അത് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളായിരിക്കും അവരുടെ കൂട്ടത്തിൽ നിന്ന്. അയാൾ യോഗ്യതയുള്ള ആളാണ്, അയാൾക്ക് കിരീടമൊക്കെ വെച്ച് കൊടുക്കും, നല്ല ചെങ്കോലും വടിയും കുന്തമൊക്കെ ഉണ്ടാവും, അയാൾ അങ്ങനെ ഇരിക്കും. ഇപ്പോഴും അതിൻ്റെ ബാക്കിയായിട്ട് ചില ആചാരാനുഷ്ഠാനങ്ങൾ, അവരുടെ ചില ആദിവാസി ഊരുകളിലൊക്കെ ഉത്സവങ്ങളിലൊക്കെ, ഓൽക്കിപ്പോൾ അധികാരമൊന്നുമില്ല, ആ ഊരിൽ
ആ ഊരിലും അവരുടെ അധികാരം വളരെ പരിമിതമാണ്. ലോ ആൻഡ് ഓർഡർ ഒന്നും ഇല്ലല്ലോ പോലിക്ക്. അന്ന് അതൊക്കെ ഉണ്ട്. ഈ ഗോത്ര ഭരണമുള്ള കാലത്ത് അവർക്ക് ഇതെല്ലാം ഉണ്ട്. അവരുടെ ടെറിട്ടറിയിൽ വേറെ ആൾ പ്രവേശിക്കൂല. നമ്മളെ നാട്ടുഭരണ രാജാവ് ഇപ്പം ഇവിടെ സാമൂതിരി ഉണ്ട്, വേറൊരു സ്ഥലത്ത് വേറെ ആളുണ്ട്, അല്ലേ, പലരും ഉണ്ട്. പക്ഷെ ഇവരുടെ ഗോത്ര സംവിധാനത്തിനകത്ത് വേറെ ആരും പ്രവേശിക്കൂല. അത് അവരതാ. അവിടെ അവർക്ക് മദ്യം അവർക്ക് ഹറാമാണ്. മദ്യം അവരെ ചൂഷണം ചെയ്ത് അവരെ പിന്നീട് മദ്യപാനികളാക്കി മാറ്റിയത് നമ്മൾ നാട്ടുകാരാണ്. പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർക്ക് മദ്യം വളരെ നിഷിദ്ധമായ സംഗതിയും ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. അതുപോലെ വ്യഭിചാരം, അവരുടെ കുടുംബ വ്യവസ്ഥ ഒക്കെ വളരെ ഭദ്രാണ്. ഈ ഗോത്ര ഭരണ വ്യവസ്ഥ എന്ന് പറയുന്നത് മൂപ്പനെ അനുസരിക്കും എല്ലാവരും. അവിടെ കോടതിയുണ്ട്, അതൊക്കെ എല്ലാ കാര്യവും ഭദ്രാണ്. അപ്പോൾ ഒരു മൂപ്പം മരിച്ചുപോയാൽ വേറെ മൂപ്പം വരും രംഗത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഗതികളൊക്കെ നടക്കും, സ്ഥാനാരോഹണം നടക്കും, ഇതൊക്കെ ഉണ്ടാവും. അവർക്കൊരു കല്ലും തറയും പൂജയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഏത് സംഗതികളെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഇത് മനുഷ്യൻ്റെ മനസ്സിനകത്തുള്ള ആരാധനാ മനസ്സിന് ഉപയോഗപ്പെടുത്തിയിട്ടല്ലാതെ ഒരു ഭരണ സമ്പ്രദായം ഒരു കാലത്തും നിലനിന്നിട്ടില്ല. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഇതുപോലെ മക്കത്ത് ഗോത്ര വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു, ഗോത്ര നിയമങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഗോത്രങ്ങളെ ഒന്നിച്ച് ഞങ്ങൾ ഖുറൈശികൾ എന്ന അർത്ഥത്തിൽ യോജിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ആ പണികളൊക്കെ അവർ ചെയ്തിരുന്നത്. അവർക്ക് ഒരുപാട് ആദരണീയതകൾ കിട്ടിയിട്ടുണ്ട്. സാധാരണ മനുഷ്യന്മാർ ഒട്ടകത്തെയും ചരക്കുകളൊക്കെ ആയിട്ട് പോകുന്നിടത്ത് ചുങ്കം കൊടുക്കണമെങ്കിൽ ഖുറൈശി എന്ന് പറഞ്ഞാൽ പിന്നെ ചുങ്കം വേണ്ട. അങ്ങനെ കിട്ടിയിട്ട് അതവർ ദുരുപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഹുംസ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദരണീയരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഹറമിൻ്റെ അകത്താണ്, ഞങ്ങൾ ഹറമിൻ്റെ പുറത്തു പോകില്ല. അങ്ങനെയാണ് അവർ ഹജ്ജിന് അറഫേ പോകില്ല. അറഫ ഹറമിൻ്റെ പുറത്താണ്. അത് ഞങ്ങൾ പോകേണ്ടിയില്ല, ഞങ്ങൾ ഖുറൈശികളാണ്, പുറത്തുള്ളവർ പോയിക്കോളാം. ഞങ്ങൾ എന്ത് ചെയ്യും, മുസ്തലിഫെ പോയിട്ട് തിരിച്ചും കൂടെ വരും, ഞങ്ങൾ ഖുറൈശികളാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇഹ്റാം ചെയ്യുന്നുണ്ടെങ്കിൽ വസ്ത്രം ഈ ഹറമിൻ്റെ അകത്തുനിന്ന് വാങ്ങണം, പുറത്തുനിന്ന് വാങ്ങാൻ പറ്റില്ല. നിങ്ങളെ ഭക്ഷണ സാമഗ്രികളൊക്കെ ഞങ്ങൾ തരും, അത് നിങ്ങൾ കഴിച്ചോളണം. ഇങ്ങനെ ഒക്കെ ഈ ഹുംസ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്തു. അൽ ഹജ്ജു അറഫ. നോക്ക് നിങ്ങൾ, ഞങ്ങൾ ഖുറൈശികളാണ്, അറഫേ പോകില്ല എന്നും പറഞ്ഞ് നിൽക്കുക ഖുറൈശികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയണത്? അൽ ഹജ്ജു അറഫ, അറഫയാണ് ഹജ്ജ് എന്ന്. അതുകൊണ്ട് ഞങ്ങൾ വലിയ ഖുറൈശികളാണ്, ഇവിടെ വന്നിട്ട് കാര്യമില്ലാതെ പോകണമെന്നാണ്. അപ്പം ഈ ഖുറൈശികൾ അവരുടെ ഗോത്ര വ്യവസ്ഥ നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ സമ്പ്രദായങ്ങളൊക്കെ നിലനിർത്തിയത്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോട് കൂടിയിട്ട് അവർക്ക് എന്താകുന്നത്. അല്ലാതെ നിങ്ങൾക്കറിയാമോ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിൻ്റെ മുമ്പേ തന്നെ അവിടെ ഹനീഫുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ആളാണ് വർഖത്ത് ബിൻ നൗഫലൊക്കെ, ഖദീജ റളിയല്ലാഹു അൻഹ അതിൽപ്പെട്ട ആളാണ്. അവർ എന്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നറിയോ, അവിടെ പ്രഭാഷണങ്ങളൊക്കെ നടത്തും. ഈ വർഖത്ത് ബിൻ നൗഫൽ തന്നെ വലിയ പ്രഭാഷകനായിരുന്നു. അവരൊക്കെ പ്രഭാഷണം നടത്താറുണ്ടായിരുന്നു. എന്തിനെതിരെ? ഈ വിഗ്രഹങ്ങൾക്കും ഈ ആരാധനാ സമ്പ്രദായത്തിനെതിരൊക്കെ അവർ പ്രസംഗിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഒരാളും വർഖത്ത് ബിൻ നൗഫലിൻ്റെ പിന്നാലെ കൂടിയിട്ടില്ല, എറിയാൻ പോയിട്ടില്ല, കൊല്ലാൻ പോയിട്ടില്ല. എന്താ കാര്യം എന്നറിയോ? അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഇവരുടെ പ്രാർത്ഥനയും ആരാധനയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അത് നിങ്ങൾ പ്രസംഗിച്ചോ വേണ്ടാത്തോ വരണ്ട, പ്രാർത്ഥിക്കണ്ട, അത്രേ ഉള്ളൂ. ഓൽക്ക് അതിലപ്പുറം ഒരു സംഗതിയൊന്നുമില്ല. ഉക്കാദ് ചന്തയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട കവിതകളിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കപ്പെടുന്നതിനെയാണ് കഅബയുടെ കില്ലയുടെ മുകളിൽ തൂക്കിയിട്ടിരുന്നത്. മുഅല്ലഖാത്ത് എന്നാണ് അതിന് പറയാം. ഈ ഉക്കാദ് ചന്തയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട് അവിടുന്ന് തിരഞ്ഞെടുത്ത് അത് കൊണ്ടുപോയി കഅബയുടെ കില്ലിൻ്റെ മുകളിൽ പ്രദർശിപ്പിക്കുന്ന കവിതകളിൽ ഈ വിഗ്രഹത്തെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യമില്ല, അതിന് ജീവനില്ല എന്ന് പറയുന്ന കവിതകളും ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തിട്ടില്ല? അത് കീറിക്കളഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്ക് വേണേ പ്രാർത്ഥിച്ചാൽ മതി, ഇല്ല പ്രാർത്ഥിക്കണ്ട. അതാണ്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ,
നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ വരണമെന്ന് ഇവിടെ ആരും നിർബന്ധിക്കുന്നില്ല. നിങ്ങളെ മനസ്സിലാണ് ദൈവമെങ്കിൽ മനസ്സിൽ മതി, വീട്ടിലാണ് വീട്ടിൽ മതി, വണ്ടിയിലാണ് വണ്ടിയിൽ മതി, അമ്പലത്തിൽ വരണമെന്നുള്ളവർ വന്നാൽ മതി. അങ്ങനെയല്ലേ വിഗ്രഹാരാധകർ പറയാം? അങ്ങനെയല്ലേ പറയാം? അതാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അതിന് വേറെ മായനുണ്ടായി. അതിൻ്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ഗോത്രത്തിൻ്റെ സ്വയംഭരണവും അതിൻ്റെ സംവിധാനങ്ങൾക്കും അപ്പുറമുള്ള അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും സംവിധാനങ്ങളെയും കുറിച്ചാണ് പറയുന്നത് എന്നതുകൊണ്ട് ഇവിടെ ലാ ഇലാഹ ഇല്ലാഹുവ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ രണ്ട് സംഗതി കൂടി അർ റഹ്മാനുർ റഹീം എന്ന് പറയുന്നു. അത് നമ്മൾ പണ്ട് ഫാത്തിഹ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് അന്ന് ഉള്ളവർ പലരും ഇപ്പോൾ ഇവിടെ ഇല്ല, പിന്നെ അന്നുള്ളവരും ഉണ്ട് ചിലരെങ്കിലും, അല്ലേ, ചില ആൾക്കാരെങ്കിലും. അന്ന് വിശദമായിട്ട് പറഞ്ഞതാണ് അർ റഹ്മാനുർ റഹീം. അള്ളാഹുവിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഇലാഹിനെ കുറിച്ച് ഒന്നും പറയാതെ വിട്ടേക്കുകയല്ല അള്ളാഹ് ചെയ്ത്. ഇലാഹിനെ കുറിച്ച് ഒന്നും പറയാതെ വിട്ടാൽ എന്താ സംഭവിക്കുക? ഓരോരുത്തർ അവനാന് തോന്നിയത് പറയും. മനസ്സിലായി ഞങ്ങൾക്ക്? ദൈവവിശ്വാസമുള്ള എല്ലാ ആളുകളും യഥാർത്ഥ ഇലാഹിൽ എത്താതെ പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവിശ്വാസമുണ്ട്, പക്ഷെ ദൈവത്തെക്കുറിച്ച് അവരാണ് പറയുക. മുഹമ്മദ് സാഹിബേ, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഞാൻ തന്നെ സങ്കല്പിക്കുക. ദൈവം അങ്ങനെയാണ്, ദൈവം അങ്ങനെയാണ്, ദൈവത്തിന് അതിൻ്റെ ദൈവം ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ യഥാർത്ഥത്തിലുള്ള ഇലാഹാവൂല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ തന്നെ അള്ളാഹ് പരിചയപ്പെടുത്തുക. അർ റഹ്മാനാണ്, അർ റഹീമാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെ ഖുർആനിൽ വന്ന അതുകൊണ്ടാണ്. കുറേ നാമങ്ങൾ, വേറെ നാമങ്ങളുണ്ട്. എന്നിട്ട് ഒടുവിൽ പറഞ്ഞു എല്ലാം നല്ല നാമവും അള്ളാഹിൻ്റെതാണ്. കാരണം അള്ളാഹു ആരാണ്? ഈ ഇലാഹ് എന്ന് പറയുന്നതിന് ഒരു അലിഫിൽ നാമം ചേർത്ത അള്ളാഹ്ന്നായി. അൽ ഇലാഹ് എന്നാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഇലാഹ് എന്നതാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ. അപ്പം ഇലാഹ് ധാരാളമുണ്ട്. വിഗ്രഹങ്ങൾ ഇലാഹാണ്, നേതാക്കന്മാർ ഇലാഹാണ്, നമ്മളെ സ്വയം ഇച്ഛ തന്നെ ഇലാഹാണ്, നമ്മളുടെ ശീലങ്ങൾ ഇലാഹാണ്, നമ്മുടെ സംസ്കാരം ഇലാഹാണ്, നാട്ടുനടപ്പ് ഇലാഹാണ്. ഇത്തരം ഇലാഹുകളെല്ലാം മാറ്റി നിർത്തി അൽ ഇലാഹ്, സാക്ഷാൽ ഇലാഹിനെ സ്വീകരിക്കുക. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ. ആ അള്ളാഹുവിനെ അള്ളാഹ് തന്നെ പരിചയപ്പെടുത്തി തരണം. അള്ളാഹ് ആരാണ്? അർ റഹ്മാനാണ്, അർ റഹീമാണ്. ഇലാഹിനെ കുറിച്ചുള്ള സങ്കല്പം പലപ്പോഴും എന്തോ വലിയ ഭീകരമായ ഒരു സ്വത്വമാണ് എന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലേ, ഭദ്രകാളി, കിരാതമൂർത്തി, ആകപ്പാടെ ശപിക്കുന്ന, കോപിക്കുന്ന, ഉപദ്രവിക്കുന്ന, വിഘ്നം വരുത്തുന്ന, അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും അള്ളാഹ് ആരാന്ന് അള്ളാഹ് പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടാണ്. അള്ളാഹ് അങ്ങനൊന്നുമല്ല. അള്ളാഹ് അങ്ങനൊന്നുമല്ല. നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റുന്ന രൂപമല്ല അള്ളാഹ്. പക്ഷെ അള്ളാഹു ജമാലാണ്, അല്ലേ? അള്ളാഹു ജമാലാണ്. അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു റഹ്മാനും റഹീമുമാണ്. അള്ളാഹു വദൂദാണ്. സ്നേഹം അള്ളാഹിൻ്റെ അത്ര വേറെ ആയിരിക്കൂല. അപ്പോൾ അള്ളാഹു ആരാണ് എന്ന് അള്ളാഹു തന്നെ പറയണം. ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനാണ് എന്നതോടൊപ്പം അവൻ അർ റഹ്മാനും അർ റഹീമുമാണ്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള യഥാർത്ഥമായൊരു സങ്കല്പം ഉണ്ടെങ്കിലേ ഈ പുതിയ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു, സമൂഹത്തിൻ്റെ നേതൃത്വത്തെ മാറ്റി പുതിയ ഒരു സമൂഹത്തെ കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ആയത്തുള്ളത്. ഖിബല മാറ്റി, എല്ലാ സംഗതികളും മാറ്റി. ഇതിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്ക് അള്ളാഹ് ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്മരിക്കുക. നിങ്ങളെ പൂർവികരായ ആളുകൾ എന്നെ സ്മരിക്കാതെ പോയതുകൊണ്ടാണ്, എന്നെ മറന്നു പോയതുകൊണ്ടാണ് എന്തായത്? പിഴച്ചു പോയത്. നിങ്ങൾ എന്നെ സ്മരിക്കുക. അതതിൻ്റെ മുന്നൊരുക്കമായിട്ട് പറഞ്ഞു. പിന്നീട് പരമപ്രധാനമായ എല്ലാ അംബിയാ മുർസലീങ്ങളും പറഞ്ഞ അടിസ്ഥാന വാക്ക് നമ്മളെ പഠിപ്പിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് കലിമത്തുൻ ത്വയ്യിബ എന്ന് പറയുന്നത്. അതൊരു നല്ല വൃക്ഷം പോലെ, നേരത്തെ പറഞ്ഞ നമ്മുടെ ആ വെള്ളത്തണ്ടിൻ്റെ മാതിരി അതിലൂടെ ഇങ്ങനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ മഷി ഇങ്ങനെ കയറിപ്പോണ പോലെ നമ്മുടെ ഓരോ ഞരമ്പുകളിലും നമ്മുടെ ഓരോ ശ്വാസനിശ്വാസങ്ങളിലും
നമ്മളുടെ ശ്വാസം അയക്കുന്നത് പോലും ദിക്റായി മാറുന്ന രീതിയിൽ അള്ളാഹുവിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുക എന്ന് പറയണം. ഒന്ന് ഓതി നോക്കിയത്. വഇലാഹുക്കും ഇലാഹും വാഹിദ്. വാഹിദ് എന്ന് പറയാൻ പാടില്ല, വാഹിദ്. നമ്മൾ കുത്തുബജ്ജത്ത് പഠിച്ചാണല്ലോ പണ്ട്, കൽക്കല. വഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തന്നെ ചെറിയ അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങളാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകളിൽ പറയുന്നത്. ഈ തൗഹീദിനെ ഉറപ്പിക്കുന്ന, അള്ളാഹു ആണ് ഏക ഇലാഹ് എന്ന കാര്യത്തെ ഉറപ്പിക്കുന്ന അതിന് ബോൽബലകമായ സംഗതികളാണ് അടുത്ത ആയത്തുകളിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.